സുഖിനോ ഭവന്തു എന്നത് ചുണ്ടുകളിൽ നിന്ന് വന്ന, വായിൽ നിന്ന് വന്ന ശബ്ദങ്ങളല്ല, അത് ഹൃദയത്തിൽ നിന്ന മറ്റുള്ളവർക്ക് സാന്ത്വനങ്ങളാണ്, പ്രചോദനങ്ങളാണ്, പ്രേരണകളാണ്. അത് ജീവിച്ച് കാണിച്ചവരുടെ അനുഗ്രഹമാണ്. അല്ലാതെ ജീവിതത്തിൽ മറ്റൊന്ന് ജീവിച്ച് എല്ലാറ്റിനെയും വെട്ടിപ്പൊഴുങ്ങി കൊന്ന് തൻ്റെ സ്വാർത്ഥത മുഴുവൻ അനുഭവിച്ചിട്ട് ലോകം മുഴുവൻ സുഖം പകരാൻ ഞാൻ ആരെയും കളിയാക്കെന്ന് വിചാരിക്കരുത്. പക്ഷെ നാം ആചരിക്കാതെ നാം എന്തു പറഞ്ഞാലും അത് വിലയില്ലാത്ത വാക്കുകളാണ്. പാടാൻ രസമാണ്, കാരണം താളവും ഈണമൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതൊന്നും ഹൃദയത്തിലേൽക്കില്ല. എന്തുകൊണ്ടാണ് ഇവിടെ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യ സ്വാമികളും ഇന്നും ജീവിക്കുന്നത്? കാരണം അവർ ശരിക്കും ലോകത്തിന് ഹിതം പകർന്നവരാണ്. കേവലം സുഖം പകർന്നവരല്ല, ഹിതം അവരുയർത്തിപ്പോയവരാണ്. അതുകൊണ്ട് ലോകമെന്നും അവരെ ആദരവോടെ ബഹുമാനിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജോലി ഇതാണ്, മനസ്സിനെ കെട്ടടക്കുക. ആ കെട്ടടങ്ങിയ മനസ്സുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടുപോവുക. മറ്റുള്ളവർക്ക് ആ ആസ്വാദനം, നമ്മൾ അനുഭവിച്ച സുഖം നമ്മൾ ചെയ്യുന്നതിൽ മുഴുകിച്ചേർന്ന് രസിച്ച് ലയിച്ചുകൊണ്ട് ആസ്വദിക്കുക. ആ സുഖം നമ്മൾ, ആ സന്തോഷം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതെങ്ങനെയാണ്? മറ്റുള്ളവർക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായവും സൗഹാർദ്ദവും അതുപോലെ സന്തോഷവും കൊടുത്തുകൊണ്ട് അങ്ങനെ കൈകോർത്തുകൊണ്ട് പോയാൽ തസ്യ കാര്യം ന വിദ്യതേ, അവർക്ക് ഈ ഭൂമിയിൽ ദുഃഖിക്കേണ്ടതായിട്ട് യാതൊന്നും ഇല്ല. എന്നിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നൈവ തസ്യ കൃതേനാർത്തോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയം. ഒന്നുകൂടി ചൊല്ലാം. നൈവ തസ്യ കൃതേനാർത്തോ നകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയം. അപ്പം അങ്ങനെ ആത്മരതി, ആത്മതൃപ്തി, ആത്മസന്തുഷ്ടി ഇതൊക്കെ ഉള്ളവരും പങ്കുകൊടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ കഴിയുന്നവരുമായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. തസ്യ, അങ്ങനെയുള്ളവർക്ക്. എങ്ങനെയുള്ളവർക്ക്? ആത്മരതി, ആത്മതൃപ്തി, ആത്മസന്തുഷ്ടിയുള്ളവർക്ക്. ഇഹ കൃതേന, ഇവിടെ സുഖത്തിന് വേണ്ടി, ഇവിടെ സുഖത്തിന് വേണ്ടി, കൃതേന അർത്ഥ ന, എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അർത്ഥം കിട്ടിയിട്ടോ അവർക്ക് സുഖം ഉണ്ടാക്കുന്നവരല്ല.